യശോദയ്ക്ക് ഗോ യശോദയോട് ഗോപികമാർ പറയുന്ന പരാതികൾ വീണ്ടും തുടർന്നു. പരാതികൾ ഇല്ലാത്തവരായി അവരുടെ കൂട്ടത്തിൽ ആരുമില്ല. എങ്കിലും കൃഷ്ണനെ സ്നേഹിക്കാതിരിക്കുവാൻ അവർക്ക് സാധ്യവുമല്ല. സ്നേഹിക്കുക മാത്രമല്ല, അവർ കൃഷ്ണനെ പൂജിക്കുക കൂടെ ചെയ്യുന്നു. മേഘവർണ്ണനായ ആ കോമള ബാലൻ ഏതോ മായാവിദ്യയിൽ എന്ന വണ്ണം എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നു. ഒരു ഗോപിക തന്റെ പ്രത്യേകമായ അനുഭവം യശോദയോട് പറയുന്നു. എന്റെ അനുഭവം സഖി നീ കേട്ടാലും. ഒരു ദിവസം എന്റെ പുത്രന് തൃപ്തിയാവോളം പായസം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതനുസരിച്ച് പായസം ഉണ്ടാക്കി ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. എന്റെ മകൻ പുറത്തു പോയിരുന്നു. അവനെ വിളിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ പുറത്തിറങ്ങി നടന്നു. ഞാൻ ഉണ്ടാക്കിയ പായസം അവൻ ആസ്വദിച്ചു കാണുന്നതിനുള്ള ആഗ്രഹത്താൽ എന്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പുറത്തു പോയ തക്കം നോക്കി കൃഷ്ണൻ തന്റെ തോഴരുമൊത്ത് ആരും കാണാതെ വീട്ടിലേക്ക് കടന്നു. അവിടെ അവരെല്ലാവരും കൂടി ആ പായസം മുഴുവൻ കുടിച്ചു തീർത്തു. അവിടം കൊണ്ട് കൃഷ്ണൻ കുസൃതി അവസാനിപ്പിച്ചില്ല. പായസം വെച്ചിരുന്ന പാത്രത്തിൽ അവൻ ചാണകം നിറച്ചു വെക്കുക കൂടെ ചെയ്തു. അവർ വേഗത്തിൽ ഓടിപ്പോയി മറയുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ഞാൻ എൻ്റെ മകനുമായി മടങ്ങിയെത്തി. സന്തോഷത്തോടു കൂടി ഞാൻ പായസപാത്രം എടുത്തു തുറന്നു. അപ്പോൾ ചാണകത്തിന്റെ ഗന്ധമാണ് ഉയർന്നത്. എനിക്ക് അനുഭവപ്പെട്ട സങ്കടം എത്രയെന്ന് പറയാനാവുകയില്ല. ഇതൊരു അനുഭവം മാത്രം. ആ മേഘവർണ്ണൻ ഇതുപോലെ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ വിവരിക്കാൻ തുടങ്ങിയാൽ അവസാനിക്കുകയില്ല. നേരിട്ട് കണ്ടാൽ ഇവനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആരും വിശ്വസിക്കുകയുമില്ല. അത്ര നിഷ്കളങ്കമായിട്ടാണ് ഇവന്റെ നിൽപ്പ്. ഒരു ഗോപിക ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗോപിക തന്റെ പരാതിയുമായി മുന്നോട്ട് പോന്നു. ആ ഗോപിക പറയുന്നു, നിന്റെ ഈ പുത്രൻ എന്തെല്ലാം തരത്തിലാണ് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിവരിക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. അവയുടെ കൂട്ടത്തിൽ വിസ്മയകരമായ ഒന്നിനെക്കുറിച്ച് ഞാൻ പറയട്ടെ സഖി, അതും നീ കേൾക്കുക. ഒരു ദിവസം ഗോകുലത്തിലെ ഒരു കാരണവരെ കാണുന്നതിന് പോകാൻ ഞാൻ ഒരുങ്ങി. കാരണവർ അങ്ങേയറ്റം വൃദ്ധനാണ്. തന്റെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കാൻ ശേഷിയില്ല. മുടന്തിയെ നടക്കാനാവൂ. വീടിന്റെ ഒരു മൂലയ്ക്ക് എപ്പോഴും കിടക്കുകയാണ് പതിവ്. കണ്ണു കാണാൻ വയ്യ. അദ്ദേഹം എൻ്റെ പൂർവികർക്ക് വലിയ ഉപകാരിയായിരുന്നു. ആ സ്നേഹം ഓർമ്മിച്ചുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ തുനിഞ്ഞത്. അദ്ദേഹത്തിന് നൽകുന്നതിന് വേണ്ടി ഞാൻ 5-8 നെയ്യപ്പം ഉണ്ടാക്കി. ആ നെയ്യപ്പം ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെച്ചു. എന്നോടൊപ്പം വരാനുള്ള സഖിമാർ വന്നെത്തുന്നത് വരെ ഉറങ്ങാമെന്ന് വിചാരിച്ച് അല്പമൊന്ന് ഉറങ്ങി. ആ സമയത്ത് പ്രിയ സഖി, നിന്റെ പുത്രൻ ചങ്ങാതിമാരോടൊത്ത് വന്നു ആ നെയ്യപ്പം മുഴുവൻ തിന്നുകളഞ്ഞു. മാത്രവുമല്ല, അവൻ ഉണങ്ങിയ ചാണകം ഉരുളകളാക്കി അതേ പാത്രത്തിൽ നിറച്ചു വെച്ചിട്ട് പോവുകയും ചെയ്തു. അവന് അതും കളിയായിരുന്നു. ഗോപിക ഉറക്കമുണർന്നതോടുകൂടി കൂട്ടുകാരായ മറ്റു ഗോപികമാരും വന്നു ചേർന്നു. അവരെല്ലാവരും കൂടി അവശനായ വൃദ്ധൻ പാർക്കുന്ന വീട്ടിലേക്ക് പോയി. പ്രത്യേകമായി നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രവും എടുത്ത് അവർ ആ വീട്ടിലേക്ക് എത്തി. വൃദ്ധന് സന്തോഷം നൽകുന്ന നെയ്യപ്പം അടങ്ങുന്ന പാത്രം അവർ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എന്താണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വൃദ്ധൻ എഴുന്നേറ്റിരുന്നു. അതിൽ അറിഞ്ഞത് കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു. 2 കൈകളും കൊണ്ട് തപ്പിത്തടഞ്ഞ് അദ്ദേഹം ആ പാത്രത്തിന്റെ കെട്ടുകൾ അഴിച്ചു. അദ്ദേഹം പാത്രം തുറന്നു. സന്തോഷം പങ്കുവെക്കുന്നതിനായി അദ്ദേഹം ഓരോ നെയ്യപ്പം വീതം അടുത്ത് നിൽക്കുന്നവർക്ക് കൊടുത്തു. എന്നിട്ട് 2 കൈകളിലും ഈ 2 എടുത്ത് കൊതിയോടുകൂടി തിന്നാൻ തുടങ്ങി. ഇതിന് വല്ലാത്ത ഗന്ധമാണല്ലോ, ചാണകത്തിൻ്റെത് പോലുള്ള ഗന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ തന്റെ വായിലെ ചാണകം തുപ്പിക്കളയുകയും കയ്യിലുള്ളത് വലിച്ചെറിയുകയും ചെയ്തു. അത് ചാണകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് അത് നോക്കുവാൻ നിർദ്ദേശിച്ചു. അപ്പോഴാണ് പാത്രത്തിലുള്ളത് വെളിച്ചത്തിൽ വെച്ച് വന്ന് നോക്കിയത്. ചാണക ഉരുളകൾ കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. അങ്ങനെ വരാൻ കാരണം എന്തെന്ന ചിന്ത എന്നെ അലട്ടി. ഗോപിക തുടർന്നു, ഇപ്രകാരം അബദ്ധം പറ്റിപ്പോയതിൽ എനിക്ക് മാനക്കേട് തോന്നി. വ്യസനത്തോടുകൂടി ഞാൻ കുമ്പിട്ടിരുന്നു. ചുറ്റുമുള്ളവർ ചീത്ത പറയുന്നത് കേട്ട് അപമാനിതയായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് ഇതെല്ലാം കൃഷ്ണന്റെ ചെയ്തികളാണെന്ന് കുട്ടികൾ എന്നോട് പറഞ്ഞത്. യശോദേ, നിന്റെ പുത്രൻ കാട്ടുന്ന ഇത്തരം വികൃതികൾ പൊറുക്കാനാവുന്നവയാണോ? എങ്ങനെയെങ്കിലും നിന്റെ പുത്രനെ അടക്കി നിർത്തൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദോഷമുണ്ടാകും. ആ ഗോപിക ഒടുവിൽ പറഞ്ഞു വച്ചതിനോട് എല്ലാവരും യോജിച്ചു. അവരും അക്കാര്യം ആവർത്തിച്ചു. അപ്പോൾ സ്ത്രീകൾക്കിടയിലെ രത്നമായി ശോഭിക്കുന്ന യശോദ തന്റെ പുത്രന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടു. യശോദ പ്രസന്നവതിയായി പറഞ്ഞു,
എൻ്റെ തോഴിമാരെ, ഇവനോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരിക. തല്ലാനാണെങ്കിൽ അവന് തല്ലുകൊള്ളാനുള്ള ശരീരമില്ല. പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാകുന്ന അത്ര വളർച്ചയും മനസ്സിന് വന്നിട്ടില്ല. അവൻ തനിയെ വിചാരിച്ചെങ്കിലല്ലാതെ ഇത്തരം കുസൃതികളിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അങ്ങനെ വിചാരിക്കാൻ വീണ്ടും വളർച്ചയാകുന്നത് വരെ അവന്റെ ദുശ്ശീല പ്രവൃത്തികൾ സഹിച്ച് അവനെ നിങ്ങളെല്ലാവരും സ്നേഹിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. യശോദയോട് അമ്പാടിയിലെ ഗോപികമാർക്ക് പറയാനുള്ള പരാതികൾക്ക് കണക്കുകളില്ല. അവരുടെ വീടുകളിൽ കൃഷ്ണൻ പലതരം കുസൃതികളാണ് കാട്ടിയിരുന്നത്. പാത്രങ്ങളിലെ നെയ്യപ്പം മുഴുവൻ അപഹരിച്ച് സഹിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ നെയ്യപ്പത്തിന് പകരം ചാണക ഉരുളകൾ തിരികെ വെച്ചതോ, അങ്ങനെ പലതും കൃഷ്ണൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഗോപികമാരുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും കുറവുണ്ടാകില്ല. മായാമയൻ എന്നും മറ്റും കൃഷ്ണനെ കുറിച്ച് അവർ ഇടയ്ക്കിടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷ്ണനിലെ ദൈവികത അസ്പഷ്ടമാണെങ്കിലും അറിയുന്നതുകൊണ്ട് യശോദയും അവരോട് കൃഷ്ണനെ സ്നേഹിക്കണമെന്നും ലാളിക്കണമെന്നും ഉപദേശിക്കുന്നുണ്ട്. യശോദ പറയുന്നു, ഇനിയും നിങ്ങൾ എൻ്റെ പുത്രനെ സ്നേഹിച്ച് ലാളിക്കണമെന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയുക? നിങ്ങളോട് ഒരു കാര്യം ഞാൻ സ്പഷ്ടമായി പറയുന്നു. എൻ്റെ പുത്രൻ ഏതെല്ലാം രീതിയിലാണോ നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടോ അതിനു ഞാൻ പരിഹാരമുണ്ടാക്കുക തന്നെ ചെയ്യും. അവയുടെ വിലയ്ക്കനുസരിച്ച് സർവ്വതും ഞാൻ മടക്കി തരുന്നതാണ്. മൺകലമാണ് തകർത്തതെങ്കിൽ പകരമായി ഞാൻ വെൺകലം നൽകാം. വെൺകലമാണ് അവൻ തകർത്തതെങ്കിൽ പൊൻകലം തന്നെ നൽകാം. അതുപോലെ മൺകുടം, കിണ്ടി, കിണ്ണം തുടങ്ങി എന്തെല്ലാം എൻ്റെ മകൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പുതുതായി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് തീർച്ച. നിങ്ങൾക്ക് എൻ്റെ പുത്രനിൽ നിന്നുണ്ടായിട്ടുള്ള സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ അത് അവന് ദോഷമായി ഭവിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്രകാരം യശോദ സ്നേഹപൂർവ്വം സംസാരിച്ച് ഗോപികമാരെ അനുനയിപ്പിച്ചു. നഷ്ടമായ സാധനങ്ങളെല്ലാം അവർക്ക് പുതുമയായി നൽകുകയും ചെയ്തു. അവർ അത് വാങ്ങിയത് സന്തോഷത്തോടു കൂടിയാണ്. അതിനുശേഷം നിർമ്മല രൂപിണിമാരായ ആ ഗോപികമാർ പൂർവാധികം വാത്സല്യത്തോടുകൂടി കൃഷ്ണനെ ലാളിക്കുന്നതിൽ ഉത്സാഹിച്ചു. നന്ദഗോപന്റെ അമ്മ ആ കുറ്റങ്ങളുടെ പേരിൽ തന്റെ പുത്രനെ ശിക്ഷിക്കുന്നു.